നമസ്കാരം പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരെയും ഞാൻ സുദർശനം അസ്ട്രോളജിയുടെ പുതിയ ഒരു വിഷയത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ഓരോ അധ്യായങ്ങളിലെല്ലാം ജ്യോതിഷപരമായിട്ടുള്ള വീഡിയോകളാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വ്യത്യസ്തവും ജ്യോതിഷത്തിൽ ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പറയുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങളെല്ലാം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഒരു പ്രാവശ്യം നമുക്ക് കേട്ടാൽ തന്നെയും അത് മനസ്സിലായല്ലോ ഒന്നുകൂടെ കേൾക്കുക. കാരണം നമുക്ക് പൗരാണികരായ ഋഷീശ്വരന്മാർ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള, ഭാരതത്തിന് സംഭാവന ചെയ്ത അതുല്യമായ അപരിമേയമായിരിക്കുന്ന ഒരുപാട് ശാസ്ത്രശാഖകൾ നമുക്കുണ്ട്. അതിൽ നമുക്ക് ഇപ്പോൾ വേദങ്ങൾ, 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഉപനിഷത്തുകളും വിശേഷിച്ച് ഭാഗവതം, രാമായണം, മഹാഭാരതം തുടങ്ങിയിരിക്കുന്ന അതുല്യമായ നിധികൾ നമുക്ക് ഭാരതത്തിൽ ഋഷീശ്വരന്മാർ സംഭാവന ചെയ്യുമ്പോൾ തന്നെ അവർ 18 ആചാര്യന്മാർ ചേർന്ന് ജ്യോതിശാസ്ത്രം, വിശേഷിച്ചും വാസ്തുശാസ്ത്രം, പിന്നെ ധനുർവേദം, ആയുർവേദം അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ശാസ്ത്രശാഖകളെ പോലെ തന്നെ ഋഷീശ്വരന്മാർ സംഖ്യാശാസ്ത്രം എന്നൊരു ശാസ്ത്രം കൂടി നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി നമുക്കേവർക്കും പലർക്കും അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് സംഖ്യാശാസ്ത്രം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിൽ എങ്ങനെയാണത് സ്വാധീനം ചെലുത്തുന്നത്, 1 മുതൽ 9 വരെയുള്ള സംഖ്യകളും തുടർന്ന് അതിൻ്റെ ആവർത്തനങ്ങളുമാണല്ലോ നമുക്ക് ഗണിതക്രിയകളിൽ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 1 മുതൽ 9 വരെയുള്ള സംഖ്യകളും അതിൽ തുടർന്ന് വരുന്ന സംയുക്ത സംഖ്യകളും ചേർന്നാൽ ഓരോ വ്യക്തികൾക്കും എങ്ങനെയാണത് സ്വാധീനം ചെലുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും കൂടുതൽ നമുക്ക് ഭാഗ്യാന്വേഷികളാണ് നമ്മൾ കൂടുതലും നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ ഇടയിൽ കൂടുതലും കണ്ടുവരുന്നത്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഭാഗ്യാന്വേഷിച്ച് ഓരോരോ ആപത്തുകൾ പോലും ചെന്നുവിടാനുള്ള കാരണങ്ങൾ. നാമാക്ഷര സംഖ്യകളെന്ന് സംഖ്യകളുണ്ട്. അതായത് നാമം, ഒരാളിൻ്റെ പേരിൽ വരുന്ന എത്ര അക്ഷരങ്ങളുണ്ടോ ആ അക്ഷരങ്ങൾക്കെല്ലാം തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ഏകാക്ഷരങ്ങളും സംയുക്ത സംഖ്യകളെ ഏകാക്ഷരങ്ങളാക്കി മാറ്റിയാൽ അതവരുടെ ഭാഗ്യസംഖ്യയായിട്ടും, വിശേഷിച്ചും ജനിച്ച തീയതി അവരെങ്ങനെയാണോ അത് ഒരു 30 31 വരുന്ന ഏതൊരു സംഖ്യയാണോ ആ സംഖ്യ 1 മുതൽ 31 വരെയുള്ള സംഖ്യകളിൽ ഏത് തീയതിയിലാണോ അവർ ജനിച്ചിരിക്കുന്നത് അതും നമ്മുടെ നാമാക്ഷര സംഖ്യയും തമ്മിലുണ്ടാകുന്ന ബന്ധമെന്ത്, അവർക്ക് എങ്ങനെയാണത് ഭാഗ്യമാക്കി മാറ്റുക, ഒരുപക്ഷെ അവരുടെ പേര് ജന്മസിദ്ധമായി കിട്ടിയിരിക്കുന്ന അവരുടെ പേര് എങ്ങനെ മാറ്റി നമുക്ക് കൊണ്ടുവരാം, നിർഭാഗ്യങ്ങളെ നമുക്ക് ഭാഗ്യങ്ങളാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോ കൂടി ഞാൻ നിങ്ങൾ പറയുന്നത്. അപ്പോൾ 1 മുതലുണ്ടാകുന്ന സംഖ്യകൾ എങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ 1 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരാളിൻ്റെ പേര് ഒരുപക്ഷെ രാജൻ എന്നുള്ള പേരായിക്കോട്ടെ. രാജൻ എന്നുള്ള പേര് നമ്മൾ കൂട്ടി വരുമ്പോൾ നമുക്ക് 10 എന്നുള്ള അക്കം കിട്ടും. ഈ 10നെ നമ്മൾ കൂട്ടിയെടുക്കുമ്പോൾ ഏകാക്കമാക്കുമ്പോഴത്തേക്ക് നമുക്കത് 1 വരും. ഇവിടെ അക്ഷരങ്ങളെ സംബന്ധിച്ച്, ഇംഗ്ലീഷ് അക്ഷരങ്ങളെ സംബന്ധിച്ച് നമ്മൾ ധാരണ വേണ്ടിയിരിക്കുന്നു. A, B, C, D, E, E ഇത് 1 മുതൽ 5 വരെയുള്ള സംഖ്യകളെ സൂചിപ്പിക്കുന്നുണ്ട്. A, Y, J, Q ഇതെല്ലാം നമുക്ക് 1 സംഖ്യ. B, K, R ഇത് 2 വരും സംഖ്യ. അതുപോലെ തന്നെ C, G, L, S ഇത് 3 ആണ് അക്കം. E, N, H, Z, X ഇതെല്ലാം 5 സംഖ്യ. U, V, W ഇത് 6. O, Z 7, F, P എന്ന അക്ഷരങ്ങൾ 8. അപ്പോൾ 8 വരെ ഈ അക്കങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. 9ാമത്തെ അക്കത്തിലേക്ക് ഇത് കടന്നു പോയിട്ടില്ല. അപ്പോൾ ഈ 8 വരെ ഉണ്ടാകുന്ന ഓരോ സംഖ്യയ്ക്കും നമുക്ക് സൂര്യൻ മുതൽ നമുക്ക് ശനി വരെയുള്ള ഗ്രഹങ്ങളെയും, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം, രാജൻ എന്ന് പറയുന്ന ഒരു പേരുകാരൻ്റെ നമുക്ക് ഭാഗ്യസംഖ്യ ഏതായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ആ രാജൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൂട്ടി നോക്കിയാൽ അവിടെ 1 വരുന്നത് ഏകദേശം നമുക്ക് ഏകദേശമല്ല, അത് മൊത്തം കൂട്ടുമ്പോഴത്തേക്ക് അത് 10 എന്ന് കിട്ടും. ആ 10നെ നമ്മൾ ഏകാക്ഷരമാക്കിയാൽ, അക്കമാക്കിയാൽ അത് 1. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യസംഖ്യ 1 എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ 1 കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രഹമെന്ന് പറയുന്നത്
1ൻ്റെയും 4ൻ്റെയും ഗ്രഹം സൂര്യനാണ്. അപ്പോൾ സൂര്യൻ ആത്മപ്രഭാവകാരകനായിരിക്കുന്ന ഗ്രഹമാണ്. ആത്മബലവും ആത്മാഭിമാനവും തൻ്റെ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് നടത്തുന്നതിൽ ഏറ്റവും ഉത്സുകനും ഏതൊരു പ്രവർത്തന രംഗത്തേക്ക് കടന്നിരുന്നാലും അതിനെയൊക്കെ നല്ല ഉത്സാഹത്തോടു കൂടി നിറവേറ്റുന്നതിനും ഏതൊരു ഔദ്യോഗിക മേഖലയിൽ ഇരുന്നാലും അദ്ദേഹത്തിന് വേണ്ടുന്ന രീതിയിലുള്ള പ്രോത്സാഹനവും അതിന് ആജ്ഞാശക്തിയും ഒക്കെ ലഭിക്കപ്പെടുന്നതാണ് ഈ 1 എന്ന് പറയുന്ന സംഖ്യ. ഈ 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ നമുക്ക് അത്യുന്നത മേഖലകൾ വിരാജിക്കാത്തവരായിരിക്കുന്ന താഴോട്ടുള്ള വ്യക്തികളായാൽ പോലും ആ 1ൻ്റെ മഹത്വം അവർക്ക് പ്രധാനമായി ഉണ്ടായിരിക്കും. അത് അവരുടെ സ്വഭാവങ്ങളിലും അവരുടെ പ്രവർത്തന രീതികളിലുമൊക്കെ അത് പ്രകടമാകും. ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ളതും വിശേഷിച്ചും ഏതൊരു പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് നിങ്ങൾ കയറിപ്പോകുന്നുവോ അതിലെല്ലാം ഈ 1 എന്ന് പറയുന്ന സംഖ്യ പ്രധാനമായിരിക്കും. മാത്രമല്ല അവർ 1, 10, 19, 28 ഈ സംഖ്യകളിൽ ഏതെങ്കിലുമാണ് ഏതെങ്കിലും ഒരു തീയതിയിലാണ് അവർ ജനിച്ചിരിക്കുന്നെങ്കിൽ അവരുടെ സംഖ്യ 1 തന്നെയാണ്. അപ്പോൾ നാമാക്ഷര സംഖ്യ 1 വരിക, വിശേഷിച്ചും അവരുടെ ഈ പറയുന്നതായ തീയതിയിൽ ഈ പറയുന്ന ഏതെങ്കിലും സംയുക്ത സംഖ്യ 19 ആണെങ്കിൽ അത് 19 നമുക്ക് കൂട്ടുമ്പോഴും 9 1 10 വരും. 10 കൂട്ടിയാൽ അത് 1 വരും, മറ്റത് 1 വരും. 28 നമ്മൾ 8 2 10, ആ 10ഉം സംയുക്ത സംഖ്യയെ ഏകമാക്കുമ്പോൾ അതും 1 വിട്ട് 19നെ നമ്മൾ കൂട്ടുമ്പോഴത്തേക്ക് ഇതും 1 വരും. അപ്പോൾ ഈ സംഖ്യകളെല്ലാം 1 എന്ന് ധരിക്കണം. ഈ 1 എന്ന് പറയുന്ന സംഖ്യ സൂര്യനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യനാണെന്നുണ്ടെങ്കിൽ ആ രാശി എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയാണ് സൂര്യൻ്റെ രാശി. ജ്യോതിഷപരമായിട്ട് നോക്കുമ്പോൾ ചിങ്ങക്കൂറിൽ അല്ലെങ്കിൽ ചിങ്ങ ലഗ്നത്തിലോ ജനിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ രാശിയുടെ ഗ്രഹമെന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന 8 ആ രാശിയുടെ സംഖ്യ. അത് ജ്യോതിഷപരമായ ഒരു സംഖ്യ വിഷയമാണ്. ഇവിടെ നമ്മൾ 1 ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നിർഭാഗ്യങ്ങളായിട്ടാണ് പോകുന്നതെങ്കിൽ, വിശേഷിച്ചും നിങ്ങൾ ജനിച്ചത് നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു സംഖ്യകളിലാണെങ്കിൽ ആ പറയുന്ന തീയതികളിൽ ജനിച്ചതും 1ഉം 2ഉം 1 വരികയാണെങ്കിൽ അത് ഭാഗ്യത്തിന് വളരെ മഹത്വം ഉണ്ടാക്കി കൊടുക്കുന്നതും വളരെ പരിവർത്തനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നതുമാണ്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ചേർന്നില്ല എങ്കിൽ പോലും അത് ഭാഗ്യങ്ങളെ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന കണക്കിന് ആ ഭാഗ്യത്തിന് അത് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രാശി സംഖ്യയായിരിക്കുന്ന 8 കൂടി തമ്മിൽ കൂട്ടുക. 8ഉം നമുക്ക് തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയും നമുക്ക് ഏതാണ് വരുന്നതോ അത് ഭാഗ്യസംഖ്യയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയൊക്കെയാണ് ഭാഗ്യസംഖ്യ നമ്മൾ കൊണ്ടുവരുന്നത്? നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതും ആ തീയതി ആ ഒരു ഡേറ്റ് മനസ്സിലാക്കി ചെയ്യുക. വിശേഷിച്ചും നേരത്തെ പറഞ്ഞ കണക്ക് 1 എന്നുള്ളത് നമുക്ക് ഭാഗ്യം. ആ 1 എന്നുള്ള കാര്യം പിടിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പം ഇന്ന് ഇരുട്ടി നേരം വിളിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് ഈ 1 ഉണ്ടാക്കിയാൽ ഭാഗ്യം കിട്ടുമെന്നുള്ളതല്ല എൻ്റെ അർത്ഥം. നിങ്ങൾ ക്രമേണ ഒരു പക്ഷേ നിങ്ങൾ ഭാഗ്യക്കുറി എടുക്കുന്നവരായാലും ഒരു ചിട്ടിയിൽ ചേർന്നാലും ശരി, അങ്ങനെയുള്ള ഡേറ്റുകൾ നമുക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള അക്കങ്ങൾ തിരഞ്ഞെടുത്ത് ക്രമേണ ഉപയോഗിച്ചാൽ ചിലപ്പോൾ നമുക്ക് ആ ഭാഗ്യം ഉണ്ടായി വരും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഭാഗ്യ നമ്പർ നിങ്ങൾ പ്രയോഗിച്ചാൽ അത് ഉപയോഗപ്രദമാകുമെന്നുള്ളതാണ് ഭാരത ഋഷീശ്വരർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു തത്വം. ഇവിടെ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് 1 എന്നുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. വിശേഷിച്ചും ഈ പറയുന്ന രീതിയിലുള്ള ഭാഗ്യസംഖ്യകൾ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ 1, 19, 28, 10, അതുപോലെ തന്നെ ആ 10 എന്നുള്ള 1 വരുന്നത് സംഖ്യ കണക്കാക്കിയാൽ വരുന്ന വയസ്സുകളിലെല്ലാം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിവർത്തനങ്ങളും അവർക്കുണ്ടാകും. ഇപ്പോൾ തീയതി എന്ന് പറഞ്ഞാൽ 31 വരെ ഉള്ളൂ. പക്ഷേ തീയതി കഴിഞ്ഞാലും അടുത്ത വയസ്സുകളിലേക്ക് നിങ്ങൾ 10 കൂട്ടിൽ വിശേഷിച്ച് ഇപ്പോൾ 46 വയസ്സ്, 64 വയസ്സ് ഇങ്ങനെ കൂട്ടുനോക്കുമ്പോൾ 8 അത് രണ്ടും തമ്മിൽ കൂട്ടുമ്പോൾ 10 വരികയും ആ സംയുക്ത സംഖ്യ ഏകമാക്കുമ്പോഴേക്കും അത് 1 വരികയും ചെയ്യും. അങ്ങനെ വരുന്ന സംഖ്യാ വയസ്സുകളിൽ നിങ്ങൾക്ക് ഓരോ പരിവർത്തനങ്ങൾ ഉണ്ടാകാനും വിവാഹം, ഔദ്യോഗം, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള മേന്മകൾ, ഐശ്വര്യം, ഗൃഹപ്രാപ്തി, വാഹനലാഭം തുടങ്ങിയിരിക്കുന്നതും എല്ലാം നിങ്ങൾക്ക് അതിൽ കൂടി ലഭിക്കാനും അങ്ങനെയുള്ള ഓരോ പരിവർത്തനങ്ങളും മഹാഭാഗ്യങ്ങളും വന്നു ചേരാനുള്ള സാധ്യതകളും ക്രമേണ നിങ്ങൾ ഈ വയസ്സിൽ ഈ പറയുന്നതായ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണങ്ങൾ നടത്താവുന്നതാണ്. അങ്ങനെ 1ൻ്റെ സംഖ്യ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരട്ടെ. നിങ്ങൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഉദാഹരണമായിട്ടാണ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ രാജൻ എന്ന ഒരു പേര്, അതുപോലെ രമണൻ എന്ന പേരെടുത്താലും അത് 19 വരെ, അതും കൂട്ടി നോക്കിയാൽ നമുക്ക് 1 വരും. അങ്ങനെ നിങ്ങളുടെ പേരും തമ്മിൽ കൂട്ടിയിട്ട് ഈ അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടി എങ്ങനെയാണ് നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾ കണ്ടെത്തുക. പിന്നെ
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന സൂര്യനാണ് നിങ്ങളുടെ ഈ ഗ്രഹത്തിൻ്റെ രാശി സംഖ്യയുടെ നാഥനായിട്ട് വരികയും ആ സൂര്യനെ നിങ്ങൾ പ്രാർത്ഥിക്കുക. രണ്ടാമത് സൂര്യൻ്റെ ദേവനായിരിക്കുന്ന ശിവനെ നിങ്ങൾ നിത്യവും പൂജിക്കുന്നതും നിങ്ങൾക്ക് ഐശ്വര്യപ്രാപ്തിക്ക് നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഇനി എന്തെല്ലാം ദിശകളും മറ്റെല്ലാം വന്നു പോയിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഈ സൂര്യനെ പ്രാർത്ഥിക്കുകയും ശിവനെ സേവിക്കുകയും ചെയ്താൽ ഐശ്വര്യപ്രാപ്തി ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. നിങ്ങളതിൽ തുടരുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. 1ൻ്റെ സംഖ്യയിൽ നിന്നും ഇനിയിപ്പോൾ നമുക്ക് അടുത്ത 2ൻ്റെ സംഖ്യയിലേക്ക് പോവുകയാണ്. നന്ദി, നമസ്കാരം.